ഇത്രയും നല്ല മഴയത്ത് ക്ലാസ്സിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും വൃത്തികെട്ടൊരു കാര്യം വേറെ ഇല്ലാന്ന് നമുക്കറിയാലോ. എനിക്ക് പിന്നെ ബസ്സൊന്നും കയറി പോകണ്ട, അത് കാരണം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ബസ്സിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരു അവസ്ഥ, നനഞ്ഞ് പിണ്ടിയിട്ട് ആ ഷൂവും ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന അവസ്ഥ ഉണ്ടല്ലോ, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ. ഞങ്ങളെല്ലാവരും ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോളേജ് ട്രിപ്പ് ഉണ്ട്. അപ്പം അതിന്റെ പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. ഞാൻ പക്ഷെ പുറത്ത് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് മഴ കാരണം എനിക്ക് ക്ലാസ്സിൽ കയറാൻ യാതൊരു മൂഡില്ലായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല എന്നുള്ള ഭയമുള്ളത് കൊണ്ട് ക്ലാസ്സിൽ കയറി. കുറച്ചു നേരം വീണ്ടും ഞാൻ മഴ നോക്കി നിന്നു. പിന്നെ ലാബ് ആയതുകൊണ്ട് തന്നെ ലാബിലിരുന്ന് കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ കഥാനായകന്റെ ഒരു കഥ ഞാൻ കാണുന്നത്. ഇവൻ ചിലപ്പോൾ അവാർഡ് കിട്ടുന്നുണ്ട് ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. അഭിനയിക്കുന്ന എന്റെ ജോയിലും കൊള്ളാം, എഡിറ്റ് ചെയ്യണ അഖിലും കൊള്ളാം അല്ലേ. അവന്റെ അഭിനയത്തിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഇതിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എഡിറ്ററിന്റെ കഴിവ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റർ കുറച്ച് മാന്യനായതുകൊണ്ട് ഷർട്ടിന്റെ കുടുക്കൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും കുറച്ചു നേരം എന്തൊക്കെയോ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ദിവ്യ വിളിച്ച് ഞാൻ കണ്ടു പുതിയൊരു ഹെഡ്ഫോൺ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരുന്നു. ഞങ്ങളുടെ ഷെഫി വാടലയിലൊക്കെ ഫുഡ് കൊണ്ടുവരണോണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവർക്കും ഫുഡ് തയ്ക്കും. കോളേജിൽ പിന്നെ ഒരു ഇനോഗ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് സുനിൽ സാറാണ്. നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട്. അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി.